ക്രൂശിതനോടൊപ്പം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നോമ്പുകാല വിചിന്തനങ്ങളിലെ ഇന്ന് നാം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ പത്താസ്ഥലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവിടുത്തെ നഗ്നനാക്കുന്നു. നമ്മുടെ കർത്താവ് സഹിച്ച അപമാനം എത്ര ഭീകരമാണ്. അവിടുത്തെ വസ്ത്രങ്ങൾ മുഴുവൻ ഉരിഞ്ഞെടുത്ത് നഗ്നനാക്കി കുരിശിൽ അവിടുത്തെ കിടത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ കൊല്ലം യുവജന വർഷം ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് യുവജനങ്ങൾക്ക് എഴുതിയ കത്തിലെ എടുത്തു പറയുന്ന രണ്ട് വലിയ തിന്മകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലെ, നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിലെ സംഭവിക്കുന്ന രണ്ട് വലിയ തിന്മകൾ മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. ഫോട്ടോഷോപ്പിംഗ് ആൻഡ് സെൽഫി മേക്കിംഗ്. എന്താണ് ഈ ഫോട്ടോഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത്? ഒരുപക്ഷെ IT-യുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. നമ്മളെ തന്നെ ഭംഗിപ്പെടുത്തലാണ്. നമുക്കുള്ള ഭംഗി കൂടുതൽ മിനുക്കി തേച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ പ്രസൻറ്റബിളാക്കുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഫോട്ടോഷോപ്പിംഗ്. നമുക്കുള്ള ഭംഗി പോരാ, നമുക്ക് ഇനിയും കൂടുതൽ ഭംഗി വേണം. രണ്ടാമത്തത് മാർപ്പാപ്പ പറയുന്നു സെൽഫി മേക്കിംഗ്. ഞാൻ ഈ അടുത്ത് വായിക്കുകയുണ്ടായി, സെൽഫി മേക്കിംഗ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് സെൽഫിഷ്നെസ്. മനുഷ്യൻ ഇന്ന് ധാർമ്മികതയിലെ അധപ്പതിക്കാവുന്നതിൻ്റെ പരമാവധി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നഗ്നതയ്ക്ക് ഇന്ന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയാണ്. പണ്ട് സെക്സ് ഈ സീക്രട്ട് ആസ് വെൽ ആസ് സീക്രട്ട്. ഇന്നതൊന്നുമില്ല. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ സൈബർ ക്രൈമുകളിലെ അഡിക്റ്റഡാണ്. പോർണോഗ്രാഫിയിലെ, സെൽഫി മേക്കിങ്ങിലെ, ഫോട്ടോഷോപ്പിങ്ങിലെ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ലൈംഗിക ധാർമ്മികതയിൽ ഒരുപാട് വെള്ളം ചേർക്കുന്നുണ്ട്. ഡൈവോഴ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ലിവിങ് ടുഗദർ വിത്തൗട്ട് മാരേജ് സാക്രമെൻറ്റ് ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ വർണ്ണനാതീതമാണ്. ഇതിലൊന്നും നമുക്ക് യാതൊരു ലജ്ജ തോന്നുന്നില്ല. ഇതിലൊക്കെ നമുക്ക് യാതൊരു മടുപ്പ് തോന്നുന്നില്ല. കുടുംബജീവിതങ്ങൾ തകരുന്ന, ലൈംഗിക ജീവിതങ്ങൾ തകരുന്ന, ദാമ്പത്യ ജീവിതങ്ങൾ തകരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, പ്രായം ചെന്നവരടക്കം പോർണോഗ്രാഫിക്ക് അടിമകളാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സഹനം തുടരുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് അകന്നു മാറാനുള്ള ഒരു തീവ്ര പരിശ്രമം നമുക്കുണ്ടാകണം. ഈ വക തിന്മകൾ വ്യക്തികളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നു. വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഇന്ന് മൃഗീയമായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് നിന്നെ നഗ്നനാക്കി ആക്ഷേപിച്ചത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് തുടരുകയാണ്. ഫോട്ടോഷോപ്പിങ്ങിലൂടെ, സെൽഫി മേക്കിങ്ങിലൂടെ, പോർണോഗ്രാഫിയിലൂടെയൊക്കെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ താളക്രമങ്ങൾ തെറ്റിയ അവതാളങ്ങളിലൂടെ ഈ തെറ്റുകളൊക്കെ തിരുത്താൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം.